എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അടുത്ത് എത്ര സമയത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു റെസ്പോൺസുമായിട്ട് വരും, അല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് എത്രമാത്രം ആഗ്രഹമുണ്ട്, ഈ പേഴ്സൺ നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ആകുന്ന ഒരു ടൈം ഡ്യൂറേഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെയും അല്പനേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക. വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഇന്നൊരു പൈൽ റീഡിംഗ് ആണ്. അപ്പോൾ 3 പൈൽ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 നമ്പേഴ്സ് നിങ്ങൾക്കായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടം തോന്നുന്ന, ആകർഷണം തോന്നുന്ന ഒരു പൈൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനുശേഷം റീഡിംഗിലേക്ക് കടക്കാവുന്നതാണ്. ഓക്കെ, സോ നല്ല പോലെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പേഴ്സണെ ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പൈൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്ത ആളുകൾ നിങ്ങളുടെ റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് റൈറ്റ്നെസ് എന്നുള്ളൊരു കാർഡാണ്. അതായത് 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ പേഴ്സൺ മേ ബി ഒരുപാട് നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ നിഗ്ലക്ട് ചെയ്ത് റിജക്ട് ചെയ്ത് കളഞ്ഞ ഒരു വ്യക്തിയായിരിക്കാം. അതായത് പലപ്പോഴും നിങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഈ പേഴ്സണിന് വേണ്ടി പലപ്പോഴും നിങ്ങളാണ് ചേസ് ചെയ്തിരുന്നത്. ഈ റിലേഷൻഷിപ്പിന്റെ ബെറ്റർമെന്റിന് വേണ്ടി എല്ലാ രീതിയിലുള്ള എഫേർട്ടും, അതായത് നിങ്ങളുടെ ടൈം, നിങ്ങളുടെ മണി, നിങ്ങളുടെ കരിയർ പോലും മാറ്റിവെച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട് പോലും മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ബെറ്റർമെന്റിന് വേണ്ടി, റിലേഷൻഷിപ്പിന്റെ നിലനിൽപ്പിന് വേണ്ടി, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, മേ ബി ഏതൊരു സമയത്തും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടു പോകുകയാണെങ്കിലും നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണെ ചേസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഈ പേഴ്സണിന് വേണ്ടി പലപ്പോഴും പല കാര്യങ്ങളെയും സാക്രിഫൈസ് ചെയ്തിരുന്നു, മാറ്റിവെച്ചിരുന്നു. നിങ്ങളുടെ ഇഷ്ടങ്ങളെ പോലും മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ നിങ്ങളുടെ ഭാഗത്തല്ല മിസ്റ്റേക്ക് എങ്കിൽ പോലും നിങ്ങൾ ഈ പേഴ്സണോട് മാപ്പ് പറഞ്ഞിരുന്നു. ഈ പേഴ്സണിന് വേണ്ടി നിങ്ങൾ എല്ലാ രീതിയിലുള്ള ആ ഒരു എഫേർട്ട്, നിങ്ങളുടെ ആ ഒരു മുഴുവൻ കെയർ ആൻഡ് ലവ് നിങ്ങൾ ഷോ ചെയ്തിരുന്നു. ഓക്കെ, സോ ആ സമയത്തൊന്നും നിങ്ങളെ വിലവെച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ വാല്യൂ ഈ പേഴ്സൺ തിരിച്ചറിഞ്ഞില്ല. മേ ബി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് നിങ്ങളെ കണ്ടിരുന്നു. അതായത് ഈ പേഴ്സൺ എത്ര നിങ്ങളിൽ നിന്നും അകന്നാലും, ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എത്ര റൂഡായിട്ട് ബിഹേവ് ചെയ്താലും, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇഷ്ടമുള്ള സമയത്ത് നിങ്ങളുടെ അടുത്ത് വരിക, ഇഷ്ടമില്ലാത്ത സമയത്ത് ദേഷ്യപ്പെടുക, അങ്ങനെയുള്ള ഒരു മൂഡ് സ്വിംഗ് എനർജി ഈ പേഴ്സൺ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടാകും. അതായത് ചില സമയങ്ങളിൽ വളരെയധികം സ്നേഹം, ചില സമയങ്ങളിലൊന്നും നിങ്ങളെ ഒട്ടും വകവയ്ക്കാത്ത പോലത്തെ ബിഹേവിയർ ആയിരിക്കും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടാകുക. പക്ഷെ ആ സമയത്തും നിങ്ങൾ ഈ പേഴ്സണോടുള്ള ഒരു സ്നേഹത്തെ കരുതി, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടും, എല്ലാ രീതിയിലുള്ള വിഷമങ്ങളെയും സഹിക്കാൻ റെഡി ആയിരുന്നു. അല്ലെങ്കിൽ ഈ പേഴ്സണിന് വേണ്ടി നിങ്ങൾ ഏതൊരു കാര്യത്തെയും, നിങ്ങളുടേതായിട്ടുള്ള ഏതൊരു കാര്യത്തെയും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ നിന്നിട്ടുണ്ട്. ഈ പേഴ്സന്റെ ഏറ്റവും ലോസ്റ്റ് മൊമെന്റിൽ പോലും ഈ പേഴ്സണെ വിടാതെ, അല്ലെങ്കിൽ ഈ പേഴ്സണ് ഏതൊരു രീതിയിലുള്ള സപ്പോർട്ട്, അത് മണി വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് ആയിരിക്കാം, നിങ്ങൾ മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പേഴ്സൺ എന്തുകൊണ്ടോ നിങ്ങളുടെ ആ ഒരു കെയറിനെ, ലവിനെ കാണാതെ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. എങ്കിൽ ഇപ്പോൾ നോക്കൂ, നിങ്ങളുടെ ആ ഒരു ചേസിങ് നിന്നപ്പോൾ, മേ ബി നിങ്ങൾ ചേസിങ് നിർത്തിയിട്ടുണ്ടാകാം, നിങ്ങൾ കുറച്ചുകൂടി ബോൾഡ് ആറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുന്നുണ്ടാകാം, നിങ്ങളുടെ ആ ഒരു കരിയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അച്ചീവ്മെന്റ് നേടാൻ സാധിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ ഗ്ലോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഷൈൻ ചെയ്യുന്നതായിട്ടാണ് ഈ പേഴ്സണ് തോന്നുന്നത്. അതായത് നിങ്ങൾക്കൊരു പാകത, ഒരു റൈറ്റ്നെസ് കൈവരിച്ചിരിക്കുന്നു, നിങ്ങൾക്കൊരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ ഒരു ആറ്റിറ്റ്യൂഡ് വന്നിരിക്കുന്നു. അതായത് മെച്യൂരിറ്റി ഇൻ ദ സെൻസ്, നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണിന് വേണ്ടി ചേസ് ചെയ്യുകയും, ഈ പേഴ്സണിന് വേണ്ടി ഈ പേഴ്സന്റെ പിറകിൽ പോകുക, ഈ പേഴ്സൺ വളരെ ടോക്സിക് ആയിട്ട് പോലും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിനെയൊക്കെ ചില സമയങ്ങളിൽ ആ ഒരു ടോക്സിസിറ്റിയെ പോലും സഹിച്ചുകൊണ്ട് നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു, നിന്നിരുന്നു. ഓക്കെ, ഈ പേഴ്സന്റെ എല്ലാ രീതിയിലുള്ള വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഉള്ള ഒരു ബിഹേവിയർ, വളരെ റൂഡായിട്ട് പോലും
ബിഹേവ് ചെയ്തിട്ടുണ്ടാകാം. അതിനെ പോലും സഹിച്ചുകൊണ്ട് നിങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തുനിന്ന് പോയാൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ചുകൊണ്ട് നിങ്ങൾ നിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അല്പം കൂടി ബോൾഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നുണ്ടാകാം. അല്പം കൂടി സെൽഫ് സെന്റേർഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളെ കൂടുതൽ പ്രയോറിറ്റൈസ് കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള സമയത്ത്, അതായത് നിങ്ങൾ അല്പം കൂടി ഗ്രോ ആയി, നിങ്ങൾ കുറച്ചുകൂടി ബോൾഡ് ആറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുന്നുണ്ട്, സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്ലോ ചെയ്യുന്നുണ്ട്, ഷൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആകുന്നുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ വളരെയധികം പ്രോസ്പെറസ് ആണ്, അല്ലെങ്കിൽ വളരെയധികം പ്രോസ്പെറിറ്റി നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾക്ക് അബണ്ടൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ട്, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്ന നമ്പർ 9 ആണ്. മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു 9 എന്നുള്ള നമ്പറിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം വാല്യൂ ഉണ്ടാകാം. 9 മേ ബി നിങ്ങളുടെ ആനിവേഴ്സറി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ ഒരു ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു റിലേറ്റഡ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കാം. അതേപോലെ തന്നെ ഇവിടെ 9 ഡേയ്സ് അല്ലെങ്കിൽ 9 hours അല്ലെങ്കിൽ ഈവൺ 9 minutes, അതായത് ഈ റീഡിംഗ് നിങ്ങൾ കണ്ടു കഴിഞ്ഞ 9 minutes ഓർ 9 weeks ഓർ 9 daysനുള്ളിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾക്കൊരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓഫർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മേ ബി നിങ്ങൾക്ക് ഒരു മാരേജ് പ്രപ്പോസൽ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ ഈ വ്യക്തി റെഡിയാകും. നിങ്ങൾക്കൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് ഈ വ്യക്തിയിൽ നിന്നും ഇപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ മാറ്റാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നല്ലപോലെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എനർജീസ് ആണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാൻ മറക്കരുത്. സോ ഡെഫിനറ്റ്ലി വളരെ ആത്മാർത്ഥതയോടു കൂടിയുള്ള നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസിനും നിങ്ങളുടെ പ്രേയേഴ്സിനും നിങ്ങളുടെ വ്യക്തിയെ പോസിറ്റീവ്ലി മാറ്റാൻ സാധിക്കും, പോസിറ്റീവ്ലി ഹീൽഡ് ആക്കാൻ സാധിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാകട്ടെ, നിങ്ങളുടെ പ്രൊഫഷണൽ, നിങ്ങളുടെ കരിയർ ലൈഫിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാം, കമന്റ് ആയിട്ട് എഴുതാം, താങ്ക് യു മെസ്സേജസ് എഴുതാം. ഓക്കെ, സോ തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ ഇവിടെ എനിക്ക് എന്ത് എനർജീസ് ആണോ എനിക്ക് കിട്ടിയിട്ടുള്ളത്, എന്ത് കാർഡ്സ് ആണോ കിട്ടിയിട്ടുള്ളത്, അതിന്റെ ബേസിസിലാണ് നിങ്ങളുടെ റീഡിംഗ് പറയുന്നത്. സോ റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പൈലിലേക്ക് പോകാം. സോ സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്ത ആളുകൾ നിങ്ങളുടെ റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഫ്ലവറിംഗ് എന്നുള്ളൊരു കാർഡാണ്. അതായത് ഇവിടെ ഫ്ലവറിംഗ് ഇൻ ദ കാർഡ് ഡെഫിനറ്റ്ലി അതൊരു എംപ്രസ് എനർജിയെ ഷോ ചെയ്യുന്ന ഒരു കാർഡാണ്. അതായത് വളരെ അബണ്ടൻസ് ആയിട്ട്, വളരെ പ്രോസ്പെറസ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ ഇപ്പോൾ കാണുന്നത്. അതായത് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങളിൽ ഈ റീഡിംഗ് കാണുന്ന ഒരു 70% ആളുകൾ മേ ബി ഫാമിലി ലൈഫായിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കാം. അതായത് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ മേ ബി ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം. നിങ്ങൾക്കൊരു ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ എനർജിയാണ് എനിക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു സ്റ്റേബിലിറ്റി, ഒരു സ്റ്റേബിൾ കണക്ഷൻ, അതായത് ഒരു കോൺട്രാക്ട്, ഒരു മാരേജിനെ ഒക്കെ കാണിക്കുന്ന ഒരു എനർജിയാണ്. സോ ഡെഫിനറ്റ്ലി മേ ബി ഈ റിലേഷൻഷിപ്പിൽ വളരെയധികം സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്. ഒരു സ്റ്റേബിൾ കണക്ഷൻ, ഒരു സ്റ്റേബിൾ ഫ്യൂച്ചർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് വളരെയധികം ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവരണം, ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ. മേ ബി എന്തെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി ഇഷ്യൂ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ അതിൽ നിന്നുമൊക്കെ ഈ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും റിലീവ് ആകണം എന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്. സോ ഒരു സ്റ്റേബിൾ കണക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് 3 to 4 days ഓർ 3 to 4 weeks ഓർ 3 to 4 hours ഒരു കോൺടാക്ട്, ഒരു മെസ്സേജ്, ഒരു കോൾ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ലഭിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ എനർജീസ് ആണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാൻ മറക്കരുത്. സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക, നല്ലപോലെ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പേഴ്സന്റെ ഹീലിംഗിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. സോ തീർച്ചയായിട്ടും
നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ലൈഫിൽ വളരെയധികം പ്രോസ്പെറിറ്റി, അബണ്ടൻസ് ഒക്കെയാണ് ഇവിടെ വരാൻ സാധ്യത കാണുന്നത്. സോ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഫ്യൂച്ചറിനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും ആ ഒരു സ്ട്രോങ് കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ്, സ്ട്രോങ് കണക്ഷൻ, ഒരു സ്ട്രോങ് ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമുക്ക് ജനറൽ ആയിട്ടാണ് പറയാൻ സാധിക്കുന്നത്. സോ ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് എനർജീസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കത് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് പൈൽ റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ തേർഡ് പൈൽ തിരഞ്ഞെടുത്ത ആളുകൾ നിങ്ങളുടെ റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് പേഷ്യൻസ് എന്നുള്ളൊരു കാർഡാണ്. അതായത് സ്ട്രോങ്ലി ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് വരാൻ ഈ വ്യക്തി ഒരുപാട് പ്ലാനിങ് ചെയ്യുന്നുണ്ട്. മേ ബി ഒരുപാട് പേരുടെ അഡ്വൈസ് ഈ വ്യക്തി തേടുന്നുണ്ട്. ഒരു ഒറ്റപ്പെടൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അതായത് ഒരു ലൂസിങ് എനർജി, ഒരു ലൂസറിന്റെ എനർജി, മേ ബി ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഇമോഷണലി വളരെ ഡിസ്ട്രെസ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഈ വ്യക്തി കാണുന്നത്. അതായത് ഈ വ്യക്തിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിഗ്രറ്റ് ഫീലിംഗ്. എന്തൊക്കെയോ ചില കാര്യങ്ങൾ മിസ്റ്റേക്സ് ചെയ്തു, എന്തൊക്കെയോ ഹ്യൂജ് ആയിട്ടുള്ള തെറ്റുകൾ, ഹ്യൂജ് ആയിട്ടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എനർജി നിങ്ങളിലേക്ക് ഈ വ്യക്തി ഷോ ചെയ്തു. മേ ബി നിങ്ങളെ പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു പോയ ഒരു വ്യക്തിയുടെ എനർജി. മേ ബി കുറച്ചു പേർക്കെങ്കിലും ഇത് നിങ്ങളുടെ എക്സ് ആയിരിക്കാം. അതായത് ഒരു കംപ്ലീറ്റ് ബ്രേക്കപ്പ് എനർജിയിലോട്ട് നിങ്ങൾ പോയ ആളുകളായിരിക്കാം. കുറച്ചു കാലമായിട്ട് നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം. അതായത് ഒരു ലോങ് ഡ്യൂറേഷൻ ആയിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം. ഒരു അട്ടർ സെപ്പറേഷൻ, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സെപ്പറേഷനിലായിരിക്കാം. അതായത് ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അപ്ഡേറ്റ്സും ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ആയിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾക്കും ഈ വ്യക്തിക്കും സെപ്പറേറ്റ് ഫാമിലി ഉള്ള ആളുകളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലിയുടെ ഒരു എതിർപ്പുള്ള ഒരു ബന്ധമായിരിക്കാം. ഓക്കെ, സോ എന്തെങ്കിലും തരത്തിലുള്ള ഏജ്, സൊസൈറ്റി ഡിഫറൻസ്, ഏജ് ഡിഫറൻസ്, അല്ലെങ്കിൽ ഫാമിലിയുടെ എന്തെങ്കിലും എതിർപ്പുകൾ, അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു എതിർപ്പിനെ നേരിടുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്കും നിങ്ങളുടെ അടുത്ത് വരണം. നിങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് റീകണക്റ്റ് ആകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് ഇപ്പോൾ വളരെയധികം ഒറ്റപ്പെടൽ, കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ല എങ്കിൽ ഈ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിൽ വളരെയധികം തളർന്നു പോയ ഒരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഇപ്പോൾ കാണപ്പെടുന്നത്. സോ ഡെഫിനറ്റ്ലി എത്രയും പെട്ടെന്ന് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹം. സോ വിത്തിൻ 3 to 4 hours or 3 to 4 days or വിത്തിൻ 7 days നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ലഭിക്കാനുള്ള സ്ട്രോങ് ചാൻസസ് ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി മ്യൂച്വൽ ഫ്രണ്ട്സ് ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെസ്സേജോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മിസ് കോൾ ആയിട്ടെങ്കിലും ഈ വ്യക്തിയുടെ ആ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. മേ ബി ഈ വ്യക്തി സ്റ്റാറ്റസ് അല്ലെങ്കിൽ പോസ്റ്റ് ഇടാനുള്ള ഒരു നിങ്ങളിലേക്ക് വരണം എന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സൈൻ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി നേരിട്ട് വന്ന് തന്നെ ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്തേക്കാം. ഓക്കെ, സോ ഇവിടെ ഇതൊക്കെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. സോ ഡെഫിനറ്റ്ലി ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് ബേസിസിലാണ് നിങ്ങളുടെ എനർജീസ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം റെസനേറ്റ് ആകുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട്, ആ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, നിങ്ങളുടെ പ്രേയേഴ്സ് നല്ല പോലെ വളരെ ആത്മാർത്ഥമായിട്ടും വളരെ ഒരു വിശ്വാസപൂർവ്വം ചെയ്യാനായിട്ട് ശ്രമിക്കുക. റീറൈറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ് ആയിട്ട് എഴുതാം, കമന്റ് ബോക്സിൽ എഴുതാം. അതേപോലെ തന്നെ താങ്ക് യു മെസ്സേജസ് എഴുതാൻ മറക്കരുത്. നിങ്ങൾ താങ്ക് യു പറയുമ്പോൾ ഈശ്വരൻ വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ പേഴ്സണിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. പോസിറ്റീവ് ചേഞ്ചസ്, പോസിറ്റീവ് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റഡ് ആക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, താങ്ക് യു മെസ്സേജസ് ചെയ്താൽ മറക്കരുത്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹരേ കൃഷ്ണ.